നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ചന ശ്രദ്ധേയമായി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്ന് തോക്ക് കണ്ടെത്തിയത് പരിഭ്രാന്തി വരുത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടത്. കൈതയ്ക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണവും സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാരായ 2 പേർക്കെതിരെ കരിക്കുകൊണ്ട് 3-ാം മുറ നടത്തിയ അന്തിക്കാട് CIക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ചന ശ്രദ്ധേയമായി. 15 വർഷമായി ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘത്തിൽ സോപാന സംഗീതവും ഇടയ്ക്കയും അഭ്യസിച്ച് അരങ്ങേറ്റം കുറിച്ച സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്ന 15 പേരാണ് സംഗീതാർച്ചനയിൽ പങ്കെടുത്തത്. പ്രവാസ ലോകത്ത് വാദ്യകലയും സോപാന സംഗീതവും അഭ്യസിക്കുന്ന പ്രവാസികളായ ഒരു സംഘം കലാകാരന്മാർ നടത്തുന്ന സോപാന സംഗീത പരിക്രമത്തിന് ബഹ്റിൻ സോപാന വാദ്യകലാ സംഘത്തിന്റെ ഗുരു മേള കലാരത്നം സന്തോഷ് കൈലാസ് നേതൃത്വം നൽകി. ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C സുധാകരൻ, സെക്രട്ടറി K രഘുനന്ദൻ, ട്രഷറർ KK വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് K വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി രവി ചക്കോത്ത്, ഓഡിറ്റർ K സജീഷ് എന്നിവരുടെ സംഘാടനത്തിലാണ് സംഗീതാർച്ചന നടന്നത്. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്ന് തോക്ക് കണ്ടെത്തിയത് പരിഭ്രാന്തി വരുത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടത്. ചേർപ്പ് പോലീസ് പരിശോധിച്ചപ്പോൾ ഓൺലൈൻ വഴി വാങ്ങുന്ന കളിത്തോക്കാണതെന്ന് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടഭരണി കാർത്തികവേല ആഘോഷങ്ങൾ നടന്നിരുന്നു. കൈതയ്ക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണവും സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിശ്വൻ ചക്കോത്ത് ചികിത്സാ സഹായ വിതരണം ചെയ്തു. കൈതയ്ക്കാപ്പുഴ കുടുംബക്ഷേമ സഭാ സെക്രട്ടറി KK ശുഭൻ, രാജി രാമകൃഷ്ണൻ, ബെന്നി തെക്കിനിയത്ത്, ഡോക്ടർ KR അനൂപ്, KG നരേന്ദ്രൻ, KR സുനിൽകുമാർ, PR സുരേഷ് എന്നിവർ പങ്കെടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ A+ ആവുന്നു, ഒരെണ്ണം പോയി എന്നതിന് പേര്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത്ര മാർക്ക് മേടിച്ചിട്ട് നിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനാ ഇത്ര ഇങ്ങനെ ഒരു രോദനം പുറപ്പെട്ടേന്നാണ് ഞാൻ ചോദിച്ചത്. ശേഷം എനിക്ക് എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു മാർക്ക് പോയി അല്ലെങ്കിൽ ഒരു A+ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം തോന്നാറുണ്ട്. ഒരു അമ്മയും കൂടിയാണല്ലോ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഫുൾ A+ കിട്ടിയ കുട്ടികളെ അനുമോദിക്കുക, അങ്ങനെയൊക്കെ എല്ലാ വേദികളും ഉണ്ടാവാറുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് A+ എന്നതിനേക്കാൾ അപ്പുറത്ത് ആ കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണം. ചിലപ്പോൾ ഈ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ പോലെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ പല വീടുകളിലും, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ പല വീടുകൾ, ഇപ്പോൾ ആരും വലിയൊരു ചെറിയൊരു എന്നുള്ളതല്ല, പല മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാനിൽ വൻ ലഹരി മരുന്ന് വേട്ട. 42 ഗ്രാം MDMAയും അതിമാരകമായ ബ്ലൂ എക്സ്റ്റേറ്റസി ഗുളികകളുമായി യുവാവിനെ പോലീസ് പിടികൂടി. പൂത്തോൾ സ്വദേശി വിഷ്ണുവിനെയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും PG പോലീസും ചേർന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് ബസ് മാർഗമാണ് ഇയാൾ ലഹരിമരുന്ന് കടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്.
ലക്ഷങ്ങൾ വില വരുന്ന ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതിന് ഇയാൾക്ക് സഹായം നൽകിയവരെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. പട്ടികജാതിക്കാരായ 2 പേർക്കെതിരെ കരിക്കുകൊണ്ട് 3-ാം മുറ നടത്തിയ അന്തിക്കാട് സിഐക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിമ്പൂരിൽ നിന്ന് കുന്നത്തങ്ങാടിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കരിക്കുകളും കയ്യിലേന്തിയായിരുന്നു പ്രകടനം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ അധ്യക്ഷനായി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR ബാബുരാജ്, വാർഡംഗങ്ങളായ K രാകേഷ്, നീതു ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 55 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിലായിരുന്നു അന്ത്യം. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ മുകുന്ദൻ ചെരിഞ്ഞു. 55 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 9:40 തെക്കേപ്പറമ്പിലെ കെട്ടുംതറിയിലായിരുന്നു അന്ത്യം. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കോഴിക്കോട് സാമൂതിരി രാജ 1986 സെപ്റ്റംബർ 8 മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. 2006 മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ആനത്താവളത്തിനകത്ത് സ്ഥിരമായി നടത്തിക്കാറുണ്ട്. 2 ആഴ്ച മുമ്പ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചാണ് എഴുന്നേൽപ്പിച്ചത്. ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു. മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 63-ാം ദിവസം ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയ നൃത്തമണ്ഡപത്തിൽ കലാമണ്ഡലം സൗമ്യ സതീഷിന്റെയും ശിഷ്യരുടെയും ഭരതനാട്യം അവതരിപ്പിച്ചു. കലാമണ്ഡലം ബിന്ദുമാരാരും കലാമണ്ഡലം സോണിയും സംഘവും അവതരിപ്പിച്ച ചൊൽക്കൊട്ടും മോഹിനിയാട്ട കച്ചേരിയും കലാമണ്ഡലം ഷീജയും മക്കളും ശിഷ്യരായ അനിന്ദിതിയും കലാപരമേശ്വരന്റെ ശിഷ്യ കാവ്യ ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറി. തുടർന്ന് ചമ്മൻതട്ട സാരംഗി തിരുവാതിരകളി സംഘം അവതരിപ്പിച്ച തിരുവാതിരകളിയും ഉണ്ടായിരുന്നു. നാട്യരങ്ങിലെ കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ആമ്പല്ലൂർ വെണ്ടൂരിൽ വീട്ടുപറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. വെണ്ടൂർ മഞ്ഞളി ജോൺസന്റെ പറമ്പിൽ നിന്നാണ് 15 അടിയോളം നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. വീട്ടുമുറ്റത്ത് നിന്നിരുന്ന പൂച്ചയെ കൊന്ന പാമ്പ് പറമ്പിലേക്ക് പോകുകയായിരുന്നു. പാമ്പിനെ കണ്ട വീട്ടുകാർ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ഓട്ടോയിൽ ബസ് ഇടിച്ച് ഡ്രൈവർ മരിച്ചു. മാള മേലടൂരിലാണ് അപകടം സംഭവിച്ചത്. യാത്രക്കാരുമായി പോയിരുന്ന ഓട്ടോയിൽ ബസ് ഇടിക്കുകയായിരുന്നു. മാള പരനാട്ടുകുന്ന് സ്വദേശി കാമത്തർ വീട്ടിൽ മുഹമ്മദ് അസ്പാനാണ് മരണപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന പത്തനംതിട്ട സ്വദേശികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസ്പാൻ മാളയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. പിന്നീട് ഓട്ടോറിക്ഷ വാങ്ങി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭാരതീയ പാരമ്പര്യ സ്പോർട്സ് കളരി പയറ്റ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരം 12-ന് വെങ്ങിനിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടും. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. വെങ്ങിനിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു മാരാത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ, ഷിബു V വാസുഗുരുക്കൾ, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് എന്നിവർ പങ്കെടുക്കും. നെടുപുഴ ശ്രീധരമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷവും ലക്ഷാർച്ചനയജ്ഞവും 19 മുതൽ 22 വരെ നടക്കും. മെയ് 19-ന് ഭഗവതി പ്രതിഷ്ഠയും 22-ന് നരസിംഹ ജയന്തി ആഘോഷവും രാവിലെ 11-ന് പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സമൂഹ സോപാന സംഗീതാർച്ചന ശ്രദ്ധേയമായി. ചേനം ആലുക്കൽ
ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്ന് തോക്ക് കണ്ടെത്തിയത് പരിഭ്രാന്തി വരുത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ തോക്ക് കണ്ടത്. കൈതയ്ക്കാപ്പുഴ കുഞ്ഞക്കൻ രാമകൃഷ്ണൻ ജന്മദിന അനുസ്മരണവും സ്കോളർഷിപ്പ് ചികിത്സാ സഹായ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാരായ 2 പേർക്കെതിരെ കരിക്കുകൊണ്ട് 3ാം മുറ നടത്തിയ അന്തിക്കാട് CIക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.